താഴെ കാണുന്ന ഈ സെക്ഷൻ അത്രയും സിനിമയ്ക്കാണ് ഉപയോഗിക്കുന്നത്. MI ബോക്സ്, അതേമാതിരി ജി സ്റ്റാറിൻ്റെ ഡീകോഡർ, അതിന് ഡീകോഡ് ചെയ്തിട്ട് ഇതിനകത്ത് കയറ്റിയിട്ട് അനലോഗ് ആക്കിയിട്ട് അതിൻ്റെ 5 ചാനൽ ഔട്ട് പോകുന്നുണ്ട്. ഇത്രയും സിനിമയുടെ, ഇത് രണ്ടും പാട്ട് കേൾക്കാനായിട്ടാണ്. പിന്നെ ഓഡിയോ സീഡി. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഒരുപാട് പേര് നമ്മുടെ മുമ്പ് ഞാൻ ഒരു തിയേറ്ററിൻ്റെ വീഡിയോ ചെയ്തിരുന്നു. ഞാൻ തിയേറ്ററിൻ്റെ വീഡിയോ മുമ്പ് ചെയ്തിരുന്നു. അപ്പം കുറേ പേര് അതിനുശേഷം വിളിച്ച് ചോദിച്ചു എന്തെങ്കിലും അപ്ഡേഷൻ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഈ ഇടയ്ക്ക് 2 ദിവസം മുമ്പ് ഒരുപാട് പേര് ചോദിച്ചിരുന്നു, മെസ്സേജ് അയച്ചും വിളിച്ചൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇപ്പം കുറച്ച് അന്നത്തെ കാലം നമ്മൾ ഒരുപാട് വ്യത്യാസങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പം അതൊന്ന് പരിചയപ്പെടുത്താൻ ഇന്നത്തെ വീഡിയോ. മെയിനായിട്ട് നമ്മൾ ബഡ്ജറ്റ് തിയേറ്ററാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഒരു ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന, അന്ന് നമ്മൾ 5.1 ആക്കിയിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ കുറച്ച് 5.1 ആക്കിയിട്ടുണ്ട്. കുറച്ച് സ്ക്രീൻ ചെറുതാക്കിയിട്ടുണ്ട്, കുറച്ചുകൂടി കോമ്പാക്ട് ആയിട്ടുണ്ട്. ഇപ്പോൾ റൂം നമ്മുടെ നോർമൽ റൂം 12-10 അതായത് 120 സ്ക്വയർ ഫീറ്റിലുള്ള റൂം സൈസിലാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. കുറച്ച് ചെറുതാക്കിയിട്ടുണ്ട്, കോമ്പാക്റ്റ് ആക്കി. അപ്പോൾ അതാണ് നിങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ വീഡിയോ ഇഷ്ടപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്ന് വീഡിയോ എടുക്കും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നമ്മൾ സ്ക്രീൻ തന്നെയാണ്. സ്ക്രീൻ നമ്മൾ പണ്ട് ചേരുന്ന പോലെ തന്നെ ചുവരിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ പുട്ടിയിട്ടിട്ട്, അതായത് ചുവരിൽ നമ്മൾ പുട്ടിയിട്ടതിന് ശേഷം ഒന്ന് എന്താ പറയുക, കുറച്ച് സ്ക്രീൻ പെയിൻറ്റ്, അതായത് വൈറ്റ് മാറ്റ് ഫിനിഷ് പെയിൻറ്റ്, വെള്ള കളർ മാറ്റ് ഫിനിഷ് പെയിൻ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ മുമ്പ് നിങ്ങൾ കുറച്ച് ചെറുതായിട്ടുണ്ട്. ഇപ്പോൾ റൂം സൈസ് ചെറുതായി. റൂം സൈസ് ഇപ്പം നമ്മുടെ 120 സ്ക്വയർ ഫീറ്റിലോട്ട് ചെറുതായിട്ടുണ്ട്. അപ്പം ആ സ്ക്രീൻ സൈസ് ഇപ്പോൾ 100 ഇഞ്ച് സ്ക്രീൻ ആക്കിയിട്ടുണ്ട്. മുമ്പ് നമുക്ക് 130 സ്ക്രീൻ ആയിരുന്നു. അപ്പോൾ ചെറുതാക്കി ഇപ്പം 100 ഇഞ്ച് സ്ക്രീനിലോട്ട് മാറ്റിയിട്ടുണ്ട്. ബാക്കി പാറ്റേണെല്ലാം സെയിം തന്നെയാണ്, സെയിം മെറ്റീരിയൽസ് തന്നെയാണ്. നമ്മുടെ സ്ക്രീൻ ചുവരിൽ പുട്ടിയിട്ടതിന് ശേഷം വെള്ള പെയിൻറ്റ്, മാറ്റ് വൈറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. അതാണ് സ്ക്രീൻ സൈസ്. പിന്നെ നമ്മൾ പണ്ട് പറഞ്ഞിരുന്ന പോലെ തന്നെ നമ്മൾ അക്കോസ്റ്റിക്സിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് ചെയർ പാഡ്. എല്ലാവർക്കും അറിയാം, ഓൺലൈനിൽ ഫ്ലിപ്കാർട്ടിലൊക്കെ പോയിട്ട് ആമസോണിലൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ ചെയർ പാഡ് അടിച്ചാൽ വരും. ഒരു 400 രൂപയ്ക്ക് 5-6 എണ്ണം വെച്ച് കിട്ടും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള അത്രയും, എനിക്കിവിടെ നല്ല എക്കോ ഉള്ളതുകൊണ്ട് ഞാൻ അത്രയും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് അക്കോസ്റ്റിക്സിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ പ്രൊജക്ടറിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന പ്രൊജക്ടർ അന്നത്തെ പ്രൊജക്ടറൊക്കെ മാറ്റി ഇത് പുതിയ പ്രൊജക്ടറാണ്. ഇത് ഉപയോഗിച്ചിരിക്കുന്നത് മിക്ഷിഡ എന്ന ബ്രാൻഡിൻ്റെ ഒരു മോഡലാണ്. അതായത് 1400 ആൻസി ലൂമൻസ് തന്നെ 1400 വരുന്നൊരു മോഡലാണ്. നല്ല ബ്രൈറ്റ്നസ് ഉണ്ട്, ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നതാണ്. HDMI ARC ഒക്കെ വരുന്നുണ്ട്. പിന്നെ ആൻഡ്രോയിഡ് ലേറ്റസ്റ്റ് ആണ് വരുന്നത്. പിന്നെ റാം സൈസ് ഒക്കെ കൂടിയിട്ടുണ്ട്. അപ്പം കുറച്ചുകൂടി നല്ല അഡ്വാൻസ് ആയിട്ടുള്ള പ്രൊജക്റ്റാണ്. പക്ഷേ നമ്മൾ ഇപ്പോൾ മീഡിയ പ്ലെയറായിട്ട് ഉപയോഗിക്കുന്നതല്ല. ഇപ്പോൾ ജസ്റ്റ് ഇത് HDMI ത്രൂ ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ അടുത്ത് മീഡിയ പ്ലെയറായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന MI ബോക്സ്, നമ്മൾ പണ്ടുണ്ടായിരുന്ന സാധനം MI ബോക്സാണ് ഞാനിപ്പം ഉപയോഗിച്ചിരിക്കുന്നത്. MI ബോക്സിൽ നമ്മൾ HDMI ത്രൂ നമ്മൾ പ്രൊജക്ടറിലോട്ട് പോയിട്ടുണ്ട് ഔട്ട്. പിന്നെ ഒപ്റ്റിക്കൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ജി സ്റ്റാറിൻ്റെ ഒരു ഡീകോഡർ വാങ്ങിച്ചിട്ടുണ്ട്. ഡീകോഡർ വെച്ചിട്ട് അത് നമ്മൾ ഒപ്റ്റിക്കലിൽ നിന്ന് 5.1 ആയിട്ട് അൺലോക്ക് ആക്കി ഔട്ട് എടുത്തിട്ട് ഈ കാണുന്ന യമഹയുടെ AVRലോട്ട്, AVR ആക്ച്വലി വർക്കിംഗ് കണ്ടീഷനല്ല, ഫുള്ളി വർക്കിംഗ് അല്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ ആം സെക്ഷൻ മാത്രം, അതായത് 5 ചാനൽ 7.1 ആണിത്. അതിനകത്ത് 5 ചാനൽ ഇതിൽ നിന്ന് പ്രീ ഔട്ട് എടുത്തിട്ട് ഇതിൽ ആംപ്ലിഫൈ ചെയ്തിട്ട് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ സബ്ബ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ പൈനിയറിൻ്റെ ഒരു സബ്ബാണ്. ഇതാണ് ആമ്പ്. അതിൻ്റെ ആമ്പിൽ നിന്ന് പൈനിയറിൻ്റെ ഒരു സബ്ബ് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ 5.1 ആക്കിയിട്ടുണ്ട്. 5.1 ഉപയോഗിക്കുന്ന സോണിയുടെ സ്പീക്കേഴ്സ് ചേഞ്ച് ചെയ്യണം. സോണിയുടെ പഴയ ഹോം തിയേറ്ററിൻ്റെ സ്പീക്കറാണ് കൊടുത്തിരിക്കുന്നത്. ലെഫ്റ്റ് അതേമാതിരി ലെഫ്റ്റും റൈറ്റും എല്ലാം അത് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ അതേപോലെയാണ് സറൗണ്ടും ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ ആ സ്പീക്കേഴ്സ് തന്നെയാണ് സറൗണ്ടിനും ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നിലവിൽ 5.1 ആക്കിയിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ നമ്മൾ സ്പീക്കേഴ്സ് മാറ്റണം. സോണിയുടെ സ്പീക്കേഴ്സാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ആമ്പ് ഉപയോഗിക്കുന്ന യമഹയുടെ AVR ഡെഡ് ഉണ്ടായിരുന്നു. അതിനെടുത്തിട്ട് നമ്മൾ അതിൻ്റെ ആമ്പ് സെക്ഷൻ മാത്രം എൻ്റെ സുഹൃത്ത് ശരിയായി തന്നായിരുന്നു, ദീപു എന്ന് പറഞ്ഞിട്ട്. മുമ്പ് നമ്മൾ മ്യൂസിക് നമ്മുടെ D2 ബാസ് മേക്കേഴ്സ് എന്നൊരു ചാനൽ പരിചയപ്പെടുന്നത്. അപ്പോൾ പുള്ളി ഇനി ശരിയായി തന്നായിരുന്നു. അതിൻ്റെ ആമ്പ് സെക്ഷൻ മാത്രം ഉപയോഗിച്ചിട്ട് ആണ് അപ്പോൾ അൺലോക്ക്, അതായത് നമ്മുടെ ഈ ഡീകോഡറിൻ്റെ അൺലോക്ക് ഔട്ട് അതിൽ കയറ്റിയിട്ട് ഇറക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ഓഡിയോ നല്ല ക്വാളിറ്റിയിട്ട് കിട്ടും യമഹയുടെ AVR ആയതുകൊണ്ട്. പിന്നെ അടുത്ത് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാട്ട് കേൾക്കാനായിട്ട് ഞാൻ ഉപയോഗിച്ച 2 ടവർ സ്പീക്കർ ഉപയോഗിക്കുന്നുണ്ട്. പോൾകാർഡിയയുടെ TSX 440 എന്ന് പറഞ്ഞൊരു മോഡൽ. അതിനകത്തൊരു 6.5 ഇഞ്ചിൻ്റെ 3 ഡ്രൈവും 2 ടറും വരുന്നൊരു മോഡലാണ്. അത്യാവശ്യം 200 വാട്ട് സപ്പോർട്ട് ചെയ്യുന്ന 2 സ്പീക്കേഴ്സ്. പാട്ടിന് വേണ്ടി മാത്രമാണ്, സിനിമയ്ക്ക് ഉപയോഗിക്കുന്നില്ല. സിനിമയ്ക്ക് നമ്മൾ അതാണ് ഉപയോഗിക്കുന്നത്. ഇത് പാട്ടിന് വേണ്ടി മാത്രം, പാട്ട് കേൾക്കാനായിട്ട് ടവർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു ഓഡിയോ CD പ്ലെയർ, പഴയൊരു സാംസങ്ങിൻ്റെ ഓഡിയോ CD പ്ലെയർ ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ മറാൻസിൻ്റെ PM6004 എന്ന സ്റ്റീരിയോ ആംപ്ലിഫയർ, 2 ചാനൽ മാത്രം വരുന്ന സ്റ്റീരിയോ ആംപ്ലിഫയർ. ഇത് പാട്ടിന് വേണ്ടി മാത്രമാണ് കേട്ടോ. ഇത് നമ്മൾ സിനിമയ്ക്ക് ഉപയോഗിക്കുന്നില്ല. പാട്ട് കേൾക്കാനായിട്ട് 2 സ്റ്റീരിയോ ആമ്പ് ഉപയോഗിക്കുന്നുണ്ട്. ഈ 2 സെക്ഷനും പാട്ടിൻ്റെയാണ്. ഈ സെക്ഷൻ അത്രയും സിനിമയ്ക്കാണ് ഉപയോഗിക്കുന്നത്. MI ബോക്സ്, അതേമാതിരി ജി സ്റ്റാറിൻ്റെ ഡീകോഡർ, അതിന് ഡീകോഡ് ചെയ്തിട്ട് ഇതിനകത്ത് കയറ്റിയിട്ട് അനലോഗ് ആക്കിയിട്ട് അതിൻ്റെ 5 ചാനൽ ഔട്ട് പോകുന്നുണ്ട്. ഇത്രയും സിനിമയുടെ, ഇത് രണ്ടും പാട്ട് കേൾക്കാനായിട്ടാണ്. പിന്നെ ഓഡിയോ CD ഉപയോഗിച്ചിട്ടാണ് പാട്ട് കേൾക്കുന്നത്. ഓഡിയോ CD നമുക്ക് പഴയ വേവ് ഫയലിൽ നല്ല ക്വാളിറ്റി കിട്ടും. അപ്പോൾ നമ്മൾ പാട്ട് ഇഷ്ടപ്പെടുന്നവർക്ക്
ഓഡിയോ CD ഉപയോഗിക്കുന്നതിന് കുറച്ചിട്ട് ബെറ്റർ. അപ്പോൾ ഇതൊരു ഓഡിയോ CD പ്ലെയറാണ് പഴയ സാംസങ്ങിൻ്റെ. അതിൽ നിന്ന് മറാൻസിൻ്റെ PM600 ആമ്പിലോട്ട് നമ്മൾ കയറ്റിയിട്ട് പോൾക്കിൻ്റെ സ്പീക്കറിൽ പാട്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ രണ്ട് സെക്ഷനായിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഇതാണ് ഇതിനകത്ത് വരുത്തിയ അപ്ഡേഷൻസ്. വേറെ ഒന്നും മാറ്റിയിട്ടില്ല. നമ്മൾ കുറച്ച് കോമ്പാക്റ്റ് ആക്കിയിട്ടുണ്ട്. നീളം കൂടിയപ്പോഴത്തേക്കും കുറച്ച് എക്കോ കൂടുതലായിരുന്നു, അതുകൊണ്ടാണ് കോമ്പാക്റ്റ് ആക്കിയത്. അപ്പോൾ സ്ക്രീൻ സൈസ് ചെറുതാക്കിയിട്ടുണ്ട്. പിന്നെ 2 സെക്ഷൻ പാട്ട് കേൾക്കാനും 2 സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്. അത്രേ ഉള്ളൂ ചെയ്തിട്ടുള്ള. ഇതാണ് പുതിയ നമ്മുടെ അപ്ഡേഷൻ വരുത്തിയത്. ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. പ്രൊജക്ടർ മാറി, പിന്നെ 5.1 ആക്കി, പിന്നെ ഓഡിയോ സിസ്റ്റം പാട്ട് കേൾക്കാനായിട്ട് സെപ്പറേറ്റ് സിസ്റ്റം ചെയ്തു. ഇത്രയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മുടെ ചാനൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വേറെ അപ്ഡേഷൻസ് നിലവിൽ വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല. സ്പീക്കേഴ്സ് പറ്റിയൊക്കെ ഒന്ന് മാറ്റണം. സ്പീക്കേഴ്സ് പഴയ സോണിയുടെ സ്പീക്കേഴ്സ് അത്ര ഇതല്ല, നല്ല സ്പീക്കർ മാറ്റണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം നമുക്ക് ഇതും ബഡ്ജറ്റ് തന്നെയാണ് ചെയ്തത്. പിന്നെ കുറച്ചായിട്ട് അപ്പോഴപ്പോഴായിട്ട് അപ്ഡേഷൻ ചെയ്തതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.